ഇന്ന് ഉദ്യാന ബന്ധം എന്നുള്ള ഈ 43-ാം വോള്യത്തില് ഉദ്യാന ബന്ധം നാഭിക്ക് താഴെയും മുകളിലുമുള്ള ഉദരഭാഗം ശ്വാസം പിടിച്ച് പിന്നിലേക്ക് വലിച്ച് നട്ടലിനോട് മുട്ടുന്ന വിധം വെക്കുന്നതാണ് ഉദ്യാന ബന്ധം. ശ്വാസം പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഉറക്കം ഉദരം പിന്നോട്ടാക്കി നാഭി മുകളിലോട്ട് വലിക്കാം. അപ്പോൾ ഉദ്യാന ബന്ധമാകും. മരണമാകുന്ന ആനയെ കൊല്ലുന്ന സിംഹമാണിത്. നിത്യവും 4 തവണ വീതം ഉദ്യാന ബന്ധം അഭ്യസിക്കുന്ന യോഗിയുടെ നാഭി പ്രദേശം ശുദ്ധമായി തീരും. യോഗിക്ക് വായു നിയന്ത്രണ സിദ്ധി ഉണ്ടാവുന്നു. ഈ ബന്ധം 6 മാസക്കാലം തുടർച്ചയായി അഭ്യസിക്കുന്ന യോഗി മരണത്തെ ജയിക്കുമെന്ന് തീർച്ച. അയാളുടെ ജഠരാഗ്നി ജ്വലിക്കുകയും ദഹനരസങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. ഈ യോഗം മൂലം വിഗ്രഹസിദ്ധിയും ലഭിക്കുന്നു. എല്ലാ രോഗങ്ങളും മാറും. ഒരു ഗുരുവിൽ നിന്നും എല്ലാം ശരിയായി പഠിച്ച് നന്നായി ശരിയായി അഭ്യസിക്കണം. വളരെ സൗകര്യമുള്ളതും അന്യർ കടന്നു വരാത്തതുമായ സ്ഥലത്താണ് യോഗാഭ്യാസത്തിന് ഇരിക്കേണ്ടത്. ഉദ്യാന ബന്ധത്തിൽ ശ്വാസകോശങ്ങൾക്കും ഉദരത്തിനും ഇടയിലുള്ള ലോല ഫലകം ഡയഫ്രം എന്ന് പറയും മുകളിലേക്ക് വലിക്കുന്നു. ഇതോടെ വയറ്റിലെ അവയവങ്ങളെ വലിച്ച് നട്ടലിനോട് ചേർക്കുന്നു. കൈകൾ മുട്ടിൽ പിടിച്ച് ഇങ്ങനെ ചെയ്യാൻ എളുപ്പമുണ്ട്. ഈ ബന്ധം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുവാൻ സഹായകമാണ്. ശരീരത്തിന് ആരോഗ്യവും സുഭഗതയും ശക്തിയും വീര്യവും ഉണ്ടാകും. ഉദരവായു ദോഷം മാറും. ഉദരത്തിലെ വായു ജലദോഷങ്ങൾക്കെല്ലാം ഉദ്യാന ബന്ധവും നൗളിക്രിയയും കൂടി ഇയാൾ പരിഹാരമാണ്. ഉദരഭാഗത്തെ കൊഴുപ്പിനെ ഉദ്യാന ബന്ധം ഇല്ലാതാക്കുന്നു. അതിനാൽ വയറു ചാടുന്നത് ഇല്ലാതാവും. ഇവിടെ നമ്മള് ശ്വാസം വലിച്ചിട്ട് ഉദരഭാഗം പിന്നിലേക്ക് ആക്കി നട്ടലിനോട് ചേർക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുകളിലേക്ക് വലിക്കുക. അങ്ങനെ ഇരിക്കുക. അപ്പോ മണിപൂരകം ശക്തിപ്പെട്ട് ദഹനരസങ്ങൾ ശരിയായ രീതിയിൽ ഒഴുക്കപ്പെട്ട് ദഹനം പൂർത്തിയായി വരും. അതിന്റെ ഭാഗമായിട്ട് ദഹനരസങ്ങളിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നുണ്ടായ രസം ശരീരത്തിൽ രക്തത്തിൽ കലരുകയും അങ്ങനെ ശരീരം പുഷ്ടിപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ കുറയും. അങ്ങനെയാണ്. അതാണ് ഇതിൽ. അതിന് മരണമാകുന്ന ആനയെ കൊല്ലുന്ന സിംഹമാണെന്ന് പറഞ്ഞാൽ അത്രയും മരണത്തിന് കാരണമാകാവുന്ന പല കാര്യങ്ങളെയും ഈ ഉദ്യാന ബന്ധം ഇല്ലാതാക്കുന്നു. യോനിമുദ്ര വിഷയത്തിൽ ഈ ഉദ്യാന ബന്ധത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ അതിന് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ളതാണിത്. അപ്പോ ശ്വാസം വലിച്ച് പൂക്കൾ ഭാഗം അടിവയറും ഉള്ളിലേക്ക് വലിച്ച് നട്ടലിനോട് ചേർക്കാം. മുകളിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഇരിക്കുക. അപ്പോ യോഗിക്ക് വായു നിന്നുള്ള സിദ്ധി ഉണ്ടാകും. ഇത് 6 മാസക്കാലെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യും. അയാളുടെ ജഠരാഗ്നി എന്ന് വെച്ചാൽ ഉദരത്തിലെ അഗ്നി എന്ന് വെച്ചാൽ ദഹനശക്തികൾ വർദ്ധിക്കും. അത് സംബന്ധിച്ചുള്ള രോഗങ്ങൾ മാറുകയും അല്ലെങ്കിൽ ഇല്ലാതിരിക്കുകയും ചെയ്യും.